ഇന്ന് നമ്മളുള്ളത് കാസർഗോഡ് ബദിയടുക്ക ഭാഗത്തെ മാവിനടുക്ക റോയൽ തട്ടുകട സവാദിൻ്റെ റോയൽ തട്ടുകടയിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വെറൈറ്റി സ്നാക്സും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു 6 മണിയായി. ഏകദേശം ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അതുപോലെ സൈഡിലൊക്കെ നമുക്ക് ഒരു കഫേ സ്റ്റൈലിലൊക്കെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഒരു അത്യാവശ്യം നല്ല ലൈറ്റിൻ്റെ ആംബിയൻസിലൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സോഫയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം മുകളിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലാൻഡ് ഫോണും അതുപോലെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു കോയിൻ വെച്ചിട്ടുള്ള ഫോൺ, പണ്ട് പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോണാണ്. അപ്പം നല്ലൊരു ആംബിയൻസിലോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുള്ളൊരു ചായക്കടയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ചായയും കാര്യങ്ങളും വന്നു. നല്ല ടേസ്റ്റുള്ള ചായ കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ നിന്നുള്ളത് അവിനാഷും ജോൺസനുമാണ്. ഉന്നക്കായാണ് മലബാർ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു എല്ലാ തട്ടുകടകളും ഉണ്ടാവുന്നത് മറ്റുള്ളൊരു എണ്ണ പലഹാരമാണ്. നല്ല സോഫ്റ്റ് ആണോ, കശുവണ്ടി ഇതിൻ്റെ പേര് ചിക്കൻ അടയെന്നാണ്. ഇത് ഓയിലിൽ നമ്മൾ ഇത് പൊരിച്ചെടുത്തേക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ അടയെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കല്ലിച്ചിട്ടതോ അതല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങിയെടുക്കുന്നതോ അല്ല, ഇലയിച്ചിട്ടല്ല, അത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പപ്സിനൊക്കെ കഴിക്കുന്ന പോലെ ഒരു സെയിം മസാല ആണ് ഇതിൻ്റെ ഉള്ളിൽ കഴിക്കുന്നത്. കുറച്ച് നമ്മൾ മസാലയോട് കൂടിയിട്ട് കഴിക്കാം. വെറൈറ്റി ടേസ്റ്റാണ്. കൊള്ളാം. നല്ല പറഞ്ഞതാ. ഓക്കെ, ഒരു ചെറിയ രീതി ടൈപ്പിലുള്ള പപ്സാണ്. നമ്മൾ നമ്മൾ കഴിക്കുന്ന നോർമലി പപ്സ് അല്ലത്. നമ്മൾ സമൂസൻ്റെ ഒക്കെ സെയിം ബാറ്റിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എഗ്ഗും മസാലയും മാത്രമാണ് ഇത് ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെയിം പപ്സിൻ്റെ മസാല തന്നെ ഇത് സമൂസ സ്റ്റൈലിൽ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.